സ്വാഗതം. മലയാളം വാർത്താ റേഡിയോ അവതരിപ്പിക്കുന്നത് ജനറൽ പത്രം തൃശൂർ. ഇന്ന് 2021 ഫെബ്രുവരി 20. വാർത്തകൾ വായിക്കുന്നത് രശ്മി ജയദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആഴക്കടൽ മത്സ്യബന്ധനം ചിത്രങ്ങൾ പുറത്തുവിട്ട് ചെന്നിത്തല. കൊല്ലം. കേരള തീരത്ത് ചട്ടങ്ങൾ അട്ടിമറിച്ച് മത്സ്യബന്ധനത്തിനുള്ള കരാർ സംബന്ധിച്ച ചർച്ചയിൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പങ്കെടുത്ത ചിത്രം പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വാഗ്ദാനങ്ങൾ പാഴായി, പട്ടയം ചുവപ്പ് നാടയിൽ മാത്രം. ഒല്ലൂരിൽ മത്സരിക്കാനൊരുങ്ങി മലയോര സംരക്ഷണ സമിതി. ഒല്ലൂർ. തൃശൂരിലെ ഒല്ലൂർ മണ്ഡലത്തിൽ മത്സരിക്കാനൊരുങ്ങി മലയോര സംരക്ഷണ സമിതി. പട്ടയം നൽകാമെന്ന വാഗ്ദാനം പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. തദ്ദേശീയരുടെ ഫാസ്ടാഗുള്ള വാഹനങ്ങൾക്ക് സൗജന്യ പാസ്. പാലിയേക്കര. ടോൾ പ്ലാസയുടെ 10 കിലോമീറ്റർ ചുറ്റളവിലെ ഫാസ്ടാഗുള്ള എല്ലാ സ്വകാര്യ വാഹനങ്ങൾക്കും സൗജന്യ പാസ് നൽകുമെന്ന് കരാർ കമ്പനിയായ GIPL അറിയിച്ചു. EMCC സ്ഥിരീകരിച്ച് സർക്കാർ വാർത്താക്കുറിപ്പ്. കമ്പനിക്ക് 4 ഏക്കർ സ്ഥലം മന്ത്രിവക. തിരുവനന്തപുരം. EMCC ഇന്റർനാഷണൽ പ്രസിഡന്റ് ഷിജു വർഗീസുമായി ധാരണാപത്രം ഒപ്പിട്ടതായി ഈ മാസം 2-ന് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉത്രാളിക്കാവ് പൂരം നടത്താൻ അനുമതി. വടക്കാഞ്ചേരി. ഉത്രാളിക്കാവ് പൂരം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്താൻ അനുമതി ലഭിച്ചതായി പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി ചീഫ് അറിയിച്ചു. പറപ്പുറപ്പാട് മുതൽക്കുള്ള ചടങ്ങുകൾ പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്തണം. 21-ാം നൂറ്റാണ്ട് ഏഷ്യയുടേതാക്കാൻ സഹകരണം ശക്തിപ്പെടുത്തണം. ന്യൂഡൽഹി. 21-ാം നൂറ്റാണ്ട് ഏഷ്യയുടേതാകണമെങ്കിൽ ദക്ഷിണേഷ്യൻ, ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപ് രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സമന്വയവും സഹകരണവും വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാസയുടെ ചൊവ്വാ ദൗത്യത്തിൽ പങ്കാളിയായി ഇന്ത്യൻ വംശജ സ്വാതി മോഹൻ. ഗ്രഹത്തിന്റെ പൂർവ്വ ചരിത്രവും ജീവന്റെ തുടിപ്പുകളും തേടി നാസയുടെ പെർസിവിയറൻസ് എന്ന ബഹിരാകാശ പേടകം ചൊവ്വയിലിറങ്ങിയ അഭിമാന നിമിഷത്തെക്കുറിച്ചുള്ള ആദ്യ പ്രഖ്യാപനം നടത്തിയത് ഡോക്ടർ സ്വാതി മോഹനാണ്. വാട്സാപ്പിന് ബദൽ സംവിധാനമൊരുക്കി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹി. സ്വകാര്യത സംബന്ധിച്ച ആശങ്കകൾ സുപ്രീം കോടതി വരെ എത്തിയതിന് പിന്നാലെ വാട്സാപ്പിന് ബദൽ സംവിധാനമൊരുക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്ര വിവര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ വികസിപ്പിച്ച സന്ദേശ് എന്ന ആപ്പ് നിലവിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ മാത്രം ലഭ്യമാണ്. കോവിഡ് ബാധിതർക്കും ഭിന്നശേഷിക്കാർക്കും സഞ്ചരിക്കുന്ന ബൂത്തുകൾ. കൊല്ലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവിഡ് രോഗികൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് വോട്ട് ചെയ്യുന്നതിന് സഞ്ചരിക്കുന്ന ബൂത്തുകൾ വോട്ടറുടെ വീട്ടിലെത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. മധ്യ കേരളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ. തൃശൂർ. മധ്യ കേരളത്തിലെ സർക്കാർ മേഖലയിൽ വരുന്ന ആദ്യത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഒരുങ്ങുന്നു. സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. അർണോസ് പാതിരിയുടെ പ്രതിമ സ്ഥാപിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് മാർ താഴത്ത്. തൃശൂർ. മലയാളം, സംസ്കൃതം ഭാഷകളുടെയും സാഹിത്യത്തിന്റെയും വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ അർണോസ് പാതിരിയുടെ വെങ്കല പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ആർച്ച് ബിഷപ്പ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോവിഡാനന്തര തൊഴിലവസര സൃഷ്ടിക്കും നഗര ശുചിത്വത്തിനും പ്രാധാന്യം. കുന്നംകുളം. നഗരസഭാ ബജറ്റിൽ കോവിഡാനന്തരം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് പ്രധാന പരിഗണന. കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന നെൽവിത്തിന്റെ വില വർദ്ധിപ്പിക്കും. പീച്ചി. കണ്ണാറയിൽ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തന സജ്ജമാകുന്ന നെൽവിത്ത് സംഭരണ ഗോഡൌണിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നിർവഹിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് K രാജൻ അധ്യക്ഷനായി. അയ്യന്തോൾ അപ്പൻ തമ്പുരാൻ സ്മാരക വായനശാല നവീകരിച്ചു. തൃശൂർ. അയ്യന്തോൾ പഞ്ചിക്കലിലുള്ള അപ്പൻ തമ്പുരാൻ സ്മാരക വായനശാല കെട്ടിടത്തിൽ നിർമ്മിച്ച 1ഉം 2ഉം നിലകളുടെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നിർവഹിച്ചു. കണ്ണാറ ബനാന ആൻഡ് ഹണി പാർക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ദേശീയ അന്തർദേശീയ വിപണി കീഴടക്കും. കണ്ണാറ. ബനാന ആൻഡ് ഹണി പാർക്കിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ദേശീയ അന്തർദേശീയ വിപണി കീഴടക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണാറ മോഡൽ ഹോർട്ടിക്കൾച്ചർ ഫാമിൽ സ്ഥാപിച്ച ബനാന ആൻഡ് ഹണി പാർക്കിന്റെയും കൃഷിവകുപ്പിന്റെ മറ്റു പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികളിൽ ശാസ്ത്രാഭിരുചി വളർത്താൻ മഴവിൽ പദ്ധതി. കുട്ടികളിൽ ശാസ്ത്രാഭിരുചി വളർത്താൻ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ നടപ്പാക്കുന്ന മഴവില്ല് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഫെബ്രുവരി 22-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് മലയാളം യൂണിക്കോഡിലുള്ള general.com അഥവാ general.net.in സന്ദർശിക്കുക.